ഉദ്യോഗസ്ഥരെ ഇതുപോലെ ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് ജനങ്ങളുടെ പിന്തുണ ഞാൻ ആഗ്രഹിക്കുകയാണ്. 85 വയസ്സായ ഉമ്മയും ഞാനും മാത്രമേ. അല്ലാത്ത വയലേഷൻ എൻ്റെ കെട്ടിടത്തിൻ്റെ മെച്ചാർത്തി പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ നിയമപരമായിട്ടല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല. സെപ്റ്റി ടാങ്കൊക്കെ എൻ്റെ വീടിൻ്റെ അകലം ബാധിക്കാതെയാണ് വെച്ച് പിടിപ്പിച്ചേക്കണം. മെമ്പർ എന്ന നിലയിൽ പറയാൻ പോലും എനിക്ക് ആളില്ലാത്ത അവസ്ഥയാണ്. അയാൾ ഇദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് നിന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക്. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നെല്ലിക്കുഴി പഞ്ചായത്തിലെ 13-ാം വാർഡ് സ്ഥിരതാമസമാക്കിയ ആളാണ്. എൻ്റെ പേര് സഫിയ മോൾ. ഞാൻ ഒരു ഡ്രെയിനേജ് പ്രശ്നവുമായിട്ട് 7 വർഷമായി നീതിക്കായിട്ട് അലയുന്നു. ഞങ്ങളുടെ പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തിലോ ജോയിൻറ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലോ ഒന്നും എനിക്ക് നീതി കിട്ടുന്നില്ല. 7 വർഷമായി. എൻ്റെ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു 3 നില ഫ്ലാറ്റിൻ്റെ സെപ്റ്റി ടാങ്കെല്ലാം എൻ്റെ അരികിൽ കക്കൂസിൻ്റെയും മാലിന്യ പിറ്റുകളെല്ലാം, അതുപോലെ സോക്ക് പിറ്റ്, കളക്ഷൻ ടാങ്ക് എന്നുകൊണ്ട് എല്ലാം എൻ്റെ കിഴക്കേ അതിരിലായിട്ട് പണിത് വെച്ച് അത് പൊട്ടി ഒലിച്ചും തുറന്നു വിട്ടും എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ഈ ഫ്ലാറ്റ് ഉടമ. അയാളുടെ കെട്ടിടത്തിന് ചട്ടലംഘനങ്ങൾ കൊണ്ട് പണിത കെട്ടിടമാണ്. മുകളിലെ നിലയ്ക്ക് പെർമിറ്റ് ഇല്ല. 2 നില കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയിട്ട് പഞ്ചായത്തിൻ്റെ രേഖകളിലുള്ളത്. അതുകൂടാതെ സെപ്റ്റി ടാങ്ക് അതെല്ലാം പൊട്ടി ഒലിച്ച് ഇങ്ങനെ പുഴുവും മലവും മലിനജലവും എല്ലാം ഒഴുകി. മാത്രമല്ല അത് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കൂടാതെ തന്നെ അതിൻ്റെ ഒരു 6 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് 2-3 സ്ഥലത്തായിട്ട് എൻ്റെ കിഴക്കതിര് ചേർത്തിട്ടേക്കണത് പൊട്ടി ഒലിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത് ADM ഇടപെട്ട് ചെക്ക് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതും കൂടിയാണ്. എന്നിട്ട് പോലും ഈ പഞ്ചായത്തും മറ്റുള്ളവരും ഹെൽത്തിൻ്റെ ആൾക്കാരും അത് ഒരു മഴവെള്ള പൈപ്പാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ മേലധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സെക്രട്ടറിമാർ വളരെ ക്രൂരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ എന്നോടത്ത് ഒരു ദിവസം എൻ്റെ മദറിൻ്റെ അടുത്ത് വെച്ച് തന്നെ പറഞ്ഞു, നിങ്ങൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോയാലും കാര്യമില്ല, നിങ്ങളുടെ വിധി ഞങ്ങൾ തീരുമാനിക്കും. എവിടുന്ന് നിങ്ങൾ പരാതി കൊടുത്താലും അവരൊക്കെ അന്വേഷണത്തിന് വേണ്ടുന്നത് ഞങ്ങളുടെ അടുത്താണ്, ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇരിക്കും തങ്ങളുടെ വിധി എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് ഒരു രീതിയിലും ആരും നമുക്ക് വേണ്ടി ഇറങ്ങാനില്ല. നിസ്വാർത്ഥമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന ചാനലുകളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടി നീതിക്കായിട്ട് നിങ്ങൾ ഇറങ്ങണം. പിന്നെ പഞ്ചായത്തും ഈ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ കാര്യാലയം ഇത്രയും ക്രൂരമായിട്ട് എന്നോട് പെരുമാറിയിട്ടും അവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ട് ഞാൻ കൊടുക്കുന്ന ഓരോ മേലധികാരികൾക്കും അവർക്ക് വിശദീകരണം കൊടുക്കുന്നതിൽ വിട്ടും എന്നെ ഇത്രയും നാളും എനിക്ക് നീതി നിഷേധിക്കുക ചെയ്തത്. മന്ത്രിയുടെ അദാലത്തിൽ, ജില്ലാ അദാലത്തിൽ എറണാകുളത്ത് പോയപ്പം മന്ത്രി എനിക്ക് അനുകൂലമായിട്ട് ഉത്തരവ് തന്നിട്ട് പോലും ഈ നെല്ലിക്കുഴി പഞ്ചായത്ത് എനിക്ക് അനുകൂലമായിട്ട് ആ നടപടി നടപ്പിലാക്കാതെ ഈ ഫ്ലാറ്റ് ഉടമയെ സഹായിച്ചുകൊണ്ട് അയാൾക്ക് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടികളാണ്. ഈ ചട്ടലംഘനങ്ങളെല്ലാം മൂടി മറക്കപ്പെട്ട നിലയിലാക്കി വെച്ചുകൊണ്ട് എൻ്റെ പ്രശ്നം എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്. ജില്ലാ പഞ്ചായത്തിൻ്റെ അദാലത്ത് നടക്കുമ്പോൾ ഞാൻ പ്രിൻസിപ്പൽ ഡയറക്ടറിൻ്റെ ഓഫീസറെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ പേപ്പർ തരാതെയും മന്ത്രിയെ കാണാൻ പേപ്പർ തരാതെയും പരമാവധി അവർ ശ്രമിച്ചതാണ്. എന്നിട്ട് അല്ലാത്ത വഴിയിൽ മന്ത്രിയെ കാണുകയാണ് ചെയ്തത്. മന്ത്രി പക്ഷേ ആ നിമിഷം തന്നെ എനിക്ക് അനുകൂലമായിട്ട് എഴുതി. പക്ഷേ എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന എൻ്റെ വാർഡ് മെമ്പർ തന്നെയാണ്. അയാൾ ഇദ്ദേഹത്തിന് വേണ്ടി കറക്റ്റായിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരു മെമ്പർ എന്ന നിലയിൽ പറയാൻ പോലും എനിക്ക് ആളില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് PD ഓഫീസിൽ നിന്നാണ് എനിക്ക് വിജിലൻസിനെ അയച്ച്, ഇൻറ്റേർണൽ വിജിലൻസിനെ അയച്ച്, ബിജു എന്ന് പറഞ്ഞ സാറിനെ അയച്ച് എനിക്ക് വേണ്ടുന്ന പ്രതീക്ഷ പോലെ എനിക്ക് നീതി കണ്ടെത്താൻ ഒരവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി ചട്ടലംഘനങ്ങൾ വന്ന അന്ന് തന്നെ കണ്ടുപിടിക്കുകയും പക്ഷെ മുഴുവനായിട്ട് കണ്ടുപിടിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും മറ്റുള്ളവരും എല്ലാം ഇപ്പോൾ JD ഓഫീസിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരെല്ലാം ഒത്തുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് വേറെ പല ഗുരുതര പ്രശ്നങ്ങൾ കാണിക്കാനും കൊണ്ട് സമയം കളഞ്ഞ് ആ സമയം നഷ്ടപ്പെടുത്താൻ കാരണം തന്നെ ഈ സ്റ്റാറ്റസ്കോ വാങ്ങാൻ വേണ്ടി എറണാകുളത്ത് പോയതുകൊണ്ടാണ്. ഉദ്യോഗസ്ഥന് മനസ്സിലായിട്ടില്ല ഇവരുടെ കുബുദ്ധികളൊന്നും. പക്ഷേ ആ സ്റ്റാറ്റസ്കോ വാങ്ങിച്ച് പിന്നീട് ഉദ്യോഗസ്ഥനെ കൊണ്ട് പണിയിപ്പിച്ചിട്ടില്ല. കാരണം സ്റ്റാറ്റസ്കോയിൽ പറഞ്ഞിരിക്കുന്നത് 6 ആഴ്ച സ്ഥലസ്ഥിതി തുടരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന് ബാക്കി ഭാഗമൊന്നും പൊളിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പൊളിച്ചു പോക്കിയതും കണ്ടതുമായിട്ടുള്ള എല്ലാ ചട്ടലംഘനങ്ങളെയും അദ്ദേഹം നമുക്ക് റിപ്പോർട്ടാക്കി തന്നിട്ടുണ്ട്. കാറ്റുളമയെ സഹായിച്ചുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ
പ്രശ്നങ്ങളും അതിൽ വ്യക്തമാകുന്നുണ്ട്, ചട്ടലംഘനങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അവർ ഇത്രയും നാൾ എന്നോട് കാട്ടിയ അനീതിയെ വ്യക്തമാക്കുന്നുണ്ട്. ഇവർക്കുമേലെല്ലാം ശക്തമായ നടപടിയെടുത്ത് ഫ്ലാറ്റ് ഉടമയിൽ നിന്നും ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് നീതി വാങ്ങിത്തരാൻ ഇത് കാണുന്ന എല്ലാവരും, നിങ്ങളറിയുന്ന എല്ലാ മാധ്യമങ്ങൾക്കും നൽകി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തതിന് എനിക്കും എൻ്റെ പ്രായമായ ഉമ്മക്ക് സ്വസ്ഥമായി കിടക്കാനുള്ളൊരവസരം, ഇയാളിൽ നിന്ന് നീതി കിട്ടി തന്ന സ്വത്തിന് സംരക്ഷണം നൽകാനും, അതുപോലെ ഈ ഉദ്യോഗസ്ഥരെ ഇതുപോലെ ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ മേൽ ശക്തമായി നടപടി, ഒത്തിരി നഷ്ടങ്ങൾ ഞങ്ങൾക്ക് വരുത്തിയിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടങ്ങളും. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുസ്സഹമാക്കി ഞങ്ങളുടെ 8 വർഷം നശിപ്പിച്ച അവർക്ക് മേലെല്ലാം ശക്തമായ നടപടിയെടുക്കണം. ജനങ്ങളുടെ പിന്തുണ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇതുവരെ ഞങ്ങൾ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അതുകൂടാതെ വേറൊരു കാര്യം അത്യാവശ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വീട് പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഞാനത് നവീകരിച്ച് ചെയ്തെടുത്തായിരുന്നു. അതിപ്പോൾ വയലേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കള്ള ഉത്തരവ് ഇറക്കി ഈ ഇല്ലാത്ത വയലേഷൻ എൻ്റെ കെട്ടിടത്തിൻ്റെ മേച്ചാർത്തി പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അത് ഈ ഫ്ലാറ്റ് ഉടമയ്ക്ക് നമ്മൾ റെഗുലറൈസ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് റെഗുലറൈസ് ചെയ്യാതെ നമ്മുടെയും പൊളിക്കും എന്ന് സമ്മർദ്ദത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. അറിയിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ കേട്ടവർ നിങ്ങളെല്ലാവരും ഇടപെട്ട് റെഗുലറൈസ് ചെയ്ത് തരാനുള്ള വഴി ഉണ്ടാക്കി തരണമെന്നും കൂടി ഞാൻ എല്ലാവരോടും യാചിക്കുകയാണ്.